ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? പെർഫെക്റ്റ് ഹെഡ്ജ് ആൻഡ് ഇംപെർഫെക്റ്റ് ഹെഡ്ജ് അല്ലേ. പെർഫെക്റ്റ് ഹെഡ്ജും ഇംപെർഫെക്റ്റ് ഹെഡ്ജും ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റിസ്ക് ഇൻ ഹെഡ്ജിങ് ബേസിസ് റിസ്ക് കേട്ടോ. എന്താണ് റിസ്ക് ഇൻ ഹെഡ്ജിങ്? നമ്മൾ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്കിനെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുപാട് സ്ട്രാറ്റജീസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഇതാണ് എന്ത് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബേസിസ് റിസ്കിനെയും ഇത് നമുക്ക് ഹെഡ്ജിൽ ഉൾപ്പെടുത്താം. എന്താണ് ബേസിസ് റിസ്ക് പറഞ്ഞാൽ? ബേസിസ് എന്താ? ബേസിസ് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചതാണ് അല്ലേ. ബേസിസ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിസ് റിസ്ക് എന്ന് പറഞ്ഞാലോ ഈ ഒരു ബേസിസ് റിസ്ക് സ്പോട്ട് പ്രൈസിനും അതുപോലെ എന്താണ് നമ്മൾ ഫ്യൂച്ചർ പ്രൈസിലും വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസിൽ വരുന്ന റിസ്കുകളാണ് കേട്ടോ. അതാണ് ബേസിസ് റിസ്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ റിസ്ക് വിച്ച് ഹെഡ്ജേഴ്സ് ഫേസ് ആസ് എ റിസൾട്ട് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ബേസിസ്. അഥവാ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബേസിസിൽ ചേഞ്ചസ് വരിക മീൻസ് നമ്മളൊരു നേരിയ രീതിയിലൊക്കെയുള്ള ഒരു ഡിഫറൻസ് പ്രതീക്ഷിക്കും, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഡിഫറൻസ് വരിക, ചേഞ്ചസ് വരിക. അപ്പോൾ അവിടെ എന്ത് വരും? റിസ്ക് വരും എന്നുള്ളതാണ്. ആ റിസ്കിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ജ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വരുന്ന ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു റിസൾട്ടിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യുക. ഇതാണ് നമ്മൾ ബേസിസ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബേസിസ് റിസ്ക് അതാണ്. അപ്പോൾ ബേസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലും എന്തുണ്ട്? ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിങ്ങനെയാണ് വരിക. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസുകൾ ഈ ഒരു ബേസിസിൽ വരികയാണെങ്കിൽ, ബേസിസ് മീൻസ് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് പ്രൈസ് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ് ആണ്. അപ്പോൾ അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് വരുമ്പോൾ, ചേഞ്ചസ് വരുമ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിൽ നമുക്ക് എന്താണ് റിസ്കുകൾ വരും. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബേസിസ് റിസ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് വിൽ ബി സീറോ, അതുപോലെ ഇൻ അസറ്റ് ഇൻ ചേഞ്ചസ് സെയിം അസറ്റ് അണ്ടർലൈൻ അസറ്റിന് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അല്ല അണ്ടർലൈൻ അസറ്റ്സുകൾ അതിൽ അസറ്റിൽ വരുന്ന റിസ്കുകൾ, അതുപോലെ കോൺട്രാക്റ്റിൽ വരുന്ന എക്സ്പയർ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എന്ത് വരുന്നത്? റിസ്കുകൾ വരുന്നത്. അപ്പം ഇങ്ങനെ പല പല കാരണം കൊണ്ട് റിസ്ക് വരാം കേട്ടോ. അപ്പോൾ ആ റിസ്ക് നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹെഡ്ജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സ്പോട്ട് മാർക്കറ്റ്. This happens so because there will be arbitrage opportunities അല്ലേ. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്പോട്ട് മാർക്കറ്റ് പ്രൈസ് ഡിഫറെൻറ്റ് ഫ്രം എ ഫ്യൂച്ചർ പ്രൈസ് ഓൺ ദ എക്സ്പയർ ഡേറ്റ് ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അങ്ങനെയൊക്കെ വരാം കേട്ടോ. നമ്മൾ സ്പോട്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ ആ ഒരു ഫ്യൂച്ചർ പ്രൈസും എക്സ്പയർ ഡേറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ വരുന്ന പ്രൈസിൽ വരുന്ന ചേഞ്ചസ് കേട്ടോ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ അണ്ടർലൈൻ അസറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് അവിടെ വരുന്ന റിസ്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവായിട്ട് നമ്മുടെ ഇതിനെ കോൺട്രാക്റ്റിനെ ബാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അത്രയാണ് ആ ഒരു ഭാഗം നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഡിഫറൻസ് ഇൻ സ്പോട്ട് പ്രൈസ് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ് ഈസ് കോൾഡ് ബേസിസ് റിസ്ക്. ഇറ്റ് ഈസ് സോഴ്സ് ഓഫ് എ ഇംപെർഫെക്ഷൻ ഇൻ ഹെഡ്ജിങ്. ഓക്കെ, ഇതാണ് റിസ്ക് കൊണ്ട് ബേസിസ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിസ് റിസ്കിൽ ഹെഡ്ജിങ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കട്ടെ. ഓക്കെ, ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഡിമാൻഡിലെ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം ബേസിസ് റിസ്ക് റേസ് ചെയ്യുന്നത് റിസൾട്ട് ഓഫ് ഇംബാലൻസ് ഓഫ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ആൾസോ
ഫ്രം എ സ്റ്റോറേജ് കോസ്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ അതിനെ ബാധിക്കും. സപ്ലൈയും ഡിമാൻഡിൻ്റെയൊക്കെ ആ ഒരു ഡിഫറൻസ് ഇംബാലൻസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അതിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിമാൻഡ് സപ്ലൈയിലൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രൈസ് തന്നെ ഇംബാലൻസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ബേസിസ് റിസ്ക് എറേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്രയാണ്. അപ്പോൾ ജസ്റ്റ് ആ ബേസിസ് റിസ്ക് റൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസുകളൊന്ന് പറഞ്ഞിട്ടുണ്ട്. അസറ്റ് ബീങ് ഹെഡ്ജ് ഇൻ ഡിഫറൻറ്റ് അസറ്റ് അണ്ടർലൈൻ അസറ്റിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ അണ്ടർലൈൻ അസറ്റ്സിൻ്റെ ഡിഫറൻസ് കേട്ടോ, അവിടെയും നമുക്ക് റിസ്ക് ബേസിസ് റിസ്ക് റൈസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ എന്താണ്, ഹെഡ്ജ് ഈസ് എ ടു ക്ലോസ് ഔട്ട് ഡിഫറൻറ്റ് ഫ്രം എ ഡെലിവറി ഡേറ്റ് ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അവിടെ ഡെലിവറി ഡേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും റിസ്ക് വരുന്നുണ്ട്. ദെൻ അതുപോലെ പിന്നെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സൈസിൽ കോൺട്രാക്റ്റിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ സൈസ് എത്ര നമ്മളിപ്പം ഒരു അസറ്റ് അണ്ടർലൈൻ അസറ്റ്സ് ഒന്നോ അതിലധികമോ അണ്ടർലൈൻ അസറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഇങ്ങനെ മാറ്റങ്ങൾ ചേഞ്ചസുകൾ വന്നു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു ബേസിസ് റിസ്ക് റൈസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ 3 സിറ്റുവേഷൻസാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഹെഡ്ജ് ഫ്യൂച്ചേഴ്സാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിലുള്ള ടൈപ്സ് ഓഫ് ഹെഡ്ജുകൾ ഏതൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻസ് വന്നാൽ അല്ലെങ്കിൽ ഏതൊക്കെ റിസ്കിനാണ് ഈ ഒരു ഏത് ടൈപ്പ് ഹെഡ്ജാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഹെഡ്ജ് കേട്ടോ. ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് ഡെൽറ്റ ഹെഡ്ജാണ്. എന്താണ് ഡെൽറ്റ ഹെഡ്ജ്? ദെൻ സെക്കൻഡ് വൺ ക്രോസ് ഹെഡ്ജ്, ദെൻ തേർഡ് വൺ ഡെൽറ്റ ക്രോസ് ഹെഡ്ജ് കേട്ടോ. അപ്പോൾ ഡെൽറ്റ ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇഫ് ദ മെച്യൂരിറ്റി ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് മിസ്മാച്ച് അല്ലേ, മിസ്മാച്ച് ആയിട്ട് എന്ത് വരികയാണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഹെഡ്ജിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഹെഡ്ജിങ് ടൈപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ഹെഡ്ജാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ മെച്യൂരിറ്റി പീരിയഡിൽ എന്തെങ്കിലും കറക്ഷൻസുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ജിങ് ഏതാണ്, ടൈപ്സ് ഓഫ് ഹെഡ്ജ് ഏതാണ്, ഡെൽറ്റ ഹെഡ്ജാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ത്രൂ ദ ഡെൽറ്റ ഹെഡ്ജിലൂടെയാണ് നമുക്കത് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് പെർഫെക്റ്റ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇഫ് ദ മെച്യൂരിറ്റി ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് മിസ്മാച്ച് കേട്ടോ, നമുക്ക് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ മെച്യൂരിറ്റി ഡേറ്റുകൾ മിസ്മാച്ചായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റ ഹെഡ്ജാണ് അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ നെക്സ്റ്റ് ക്രോസ് ഹെഡ്ജാണ്. ക്രോസ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെച്യൂരിറ്റി ഡേറ്റ് അല്ല അല്ലേ, മെച്യൂരിറ്റി ഡേറ്റ് അല്ലാണ്ട് നമ്മൾ സൈസ് ഓഫ് ദ ഫ്യൂച്ചറാണ്. അപ്പോൾ സൈസ് ഓഫ് ദ ഫ്യൂച്ചർ മിസ്മാച്ചായിട്ട് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ, സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിൽ വരുന്ന മിസ്മാച്ചിനെയാണ് എന്ത് പറയുന്നത്, മെച്യൂരിറ്റി മെച്യൂരിറ്റിയും പിന്നെ മെച്യൂരിറ്റി ഉള്ളത് ഡെൽറ്റ, ദെൻ ഇവിടെ ക്വാണ്ടിറ്റി കേട്ടോ, ക്വാണ്ടിറ്റിയിൽ വരുന്ന മിസ്മാച്ച് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ജ് ഏതാണ്, ക്രോസ് ഹെഡ്ജാണ് കേട്ടോ. അത് പെർഫെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഡെൽറ്റ ക്രോസ് ആണ്. ഡെൽറ്റ ക്രോസ് എന്ന് പറഞ്ഞാൽ ദിസ് യൂസ്ഡ് വെൻ ദർ ആർ ബോത്ത് മെച്യൂരിറ്റി ആൻഡ് സൈസ് ഓഫ് കറൻസി മിസ്മാച്ച്. ഇവിടെ രണ്ടും ഉണ്ട്, മെച്യൂരിറ്റിയും ഉണ്ട് സൈസും ഉണ്ട്. ഇതിൽ എന്തെങ്കിലും മിസ്മാച്ചുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ ക്രോസ് ഹെഡ്ജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഹെഡ്ജിങ് ടൈപ്സുകളാണ് ഉള്ളത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹെഡ്ജ് റേഷ്യോ ആണ് കേട്ടോ. ഹെഡ്ജ് റേഷ്യോ എന്താണ്, ഹെഡ്ജ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഹെഡ്ജ് റേഷ്യോ, ദ ഹെഡ്ജ് റേഷ്യോ ഈസ് ദ നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് വൺ ഷുഡ് യൂസ് ടു ഹെഡ്ജ് എ പർട്ടിക്കുലർ എക്സ്പ്ലോഷർ ഇൻ ദ സ്പോട്ട് മാർക്കറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈസ് ഓഫ് ദ പൊസിഷൻ ടേക്കൺ ഫ്യൂച്ചർ കോൺട്രാക്ട് ടു ദ സൈസ് ഓഫ് എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്,
എക്സ്പോഷർ അല്ലേ, റിസ്ക് എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സ്പോഷർ നമുക്ക് കോൺട്രാക്റ്റിൽ വരികയാണെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് നഷ്ടം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കണം, എത്ര ക്വാണ്ടിറ്റി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകൾ വാങ്ങിച്ചാലാണ് നമുക്ക് ഈ ഒരു നഷ്ടം കവർ ചെയ്യാൻ സാധിക്കുക എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് എക്സ്പോഷർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, മനസ്സിലായിട്ടുണ്ടോ, എത്ര സൈസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വാങ്ങിക്കേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഹെഡ്ജ് റേഷ്യോ എന്നുള്ളത്. അപ്പോൾ ഹെഡ്ജ് റേഷ്യോ സാധാരണയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് ദ സൈസ് ഓഫ് എക്സ്പോഷർ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എന്താണ് സൈസ് ഓഫ് എക്സ്പോഷർ എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് അസറ്റ് എക്സ്പോസ്ഡ് ഇൻറ്റു സ്പോട്ട് പ്രൈസ് ഓഫ് അസറ്റ് എക്സ്പോസ്ഡ്. ദെൻ സൈസ് ഓഫ് എക്സ്പോഷർ ഈസ് കാൽക്കുലേറ്റഡ് എങ്ങനെയാണ്? ഫ്യൂച്ചർ പൊസിഷൻസ് ഈസ് ഈക്വൽ ടു കോൺട്രാക്റ്റ് സൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റും കോൺട്രാക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും എത്ര എണ്ണം ഉണ്ട് അതിനെ ഇൻറ്റു ചെയ്താലാണ് സൈസ് ഓഫ് പൊസിഷൻ ഇൻ ഫ്യൂച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സൈസ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് കിട്ടിയാലുള്ളൂ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് അസറ്റ് എക്സ്പോസ്ഡും ഈ ഒരു സൈസ് ഓഫ് പൊസിഷനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് സൈസ് ഓഫ് എക്സ്പോഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എച്ച് ആർ മീൻസ് എന്താണ്? ഹെഡ്ജ് റേഷ്യോ കേട്ടോ. ഹെഡ്ജ് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് അസറ്റ് റെപ്രസെൻറ്റഡ് ഫ്യൂച്ചർ പൊസിഷൻ അഥവാ QF കേട്ടോ. QF എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് എ അസറ്റ് റെപ്രസെൻറ്റ് ബൈ ദ ഫ്യൂച്ചർ പൊസിഷൻ കേട്ടോ. ഫ്യൂച്ചർ പൊസിഷൻ. അപ്പോൾ ഫ്യൂച്ചർ പൊസിഷൻ എങ്ങനെ കാണുക നമ്മൾ? അതാണ് കോൺട്രാക്റ്റ് സൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ദെൻ ഡിവൈഡഡ് ബൈ QS എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദ സ്പോട്ട് അസറ്റ് ബീയിങ് ഹെഡ്ജ്ഡ് എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇത് ഇത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മാത്രമാണ് ചെയ്യാൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു പ്രോബ്ലമാണ്. ലോങ് പൊസിഷൻ ഇൻ ദ സ്പോട്ട് എത്രയാണ്? 10,000 കിലോഗ്രാം അല്ലേ സിൽവറിന്. ലോങ് പൊസിഷൻ ഇൻ ദ ഫ്യൂച്ചർ പ്രൈസിലാണെങ്കിൽ 75,000 കിലോഗ്രാം ഇൻ സിൽവർ. കാൽക്കുലേറ്റ് ദ ഹെഡ്ജ് റേഷ്യോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് HR ഇസ് ഈക്വൽ ടു QF ഡിവൈഡഡ് ബൈ QS എന്നുള്ളതാണ്. QF മീൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്വാണ്ടിറ്റി ഓഫ് അസറ്റ് ആണ് അല്ലേ. ദെൻ മറ്റേതോ ക്വാണ്ടിറ്റി ഓഫ് ദ സ്പോട്ടാണ്. ഒന്ന് ഫ്യൂച്ചർ പൊസിഷനിലെ ക്വാണ്ടിറ്റിയാണ്, മറ്റേത് സ്പോട്ട് പ്രൈസിലുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ടും അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഏതാണ്? ആദ്യം ഫ്യൂച്ചർ പൊസിഷനിലെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. QF ഡിവൈഡഡ് ബൈ QS അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ എത്രയാണ്? 75,000 ഡിവൈഡഡ് ബൈ 10,000 ഇസ് ഈക്വൽ ടു 0.75. സിമ്പിളായിട്ട് നമുക്ക് ഹെഡ്ജ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസിനെയും സ്പോട്ട് പ്രൈസിനെയും അതിൻ്റെ ബേസ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഹെഡ്ജ് റേഷ്യോ കാണുന്നത്. അപ്പോൾ ഹെഡ്ജ് റേഷ്യോ കാണേണ്ടത് മനസ്സിലായല്ലോ. ഫ്യൂച്ചർ പ്രൈസ് QF അല്ലേ, ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂച്ചർ പൊസിഷൻ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് സ്പോട്ട് പ്രൈസ്. അങ്ങനെ ഷോർട്ടാക്കിയിട്ട് പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ എന്നുള്ളതാണ്. ഒപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a ratio in the ratio that eliminate അല്ലെങ്കിൽ or minimize the price risk. നമ്മുടെ പ്രൈസ് റിസ്കിനെ മിനിമൈസ് ചെയ്യുകയോ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് എന്ത്? ഒപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മിനിമം വേരിയൻസ് ഹെഡ്ജ് റേഷ്യോ എന്നും പറയാം. അപ്പോൾ അനദർ നെയിം മിനിമം വേരിയൻസ് ഹെഡ്ജ് റേഷ്യോ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രൈസ് റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിനോ എലിമിനേറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഒപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്.
HR ഒപ്റ്റിമൽ, HR ഒപ്റ്റ് കേട്ടോ, ഒപ്റ്റിമൽ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ടാണ് ഒപ്റ്റ് എന്നുള്ളത്. ഇസ് ഈക്വൽ ടു R ഡിവൈഡ് സിഗ്മ എസ് സോറി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, എസ് മീൻസ് സ്പോട്ട് പ്രൈസ് അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. HR ഈസ് ഈക്വൽ ടു HR ഒപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ അല്ലേ, മിനിമൈസ് ദ റിസ്ക് എന്നുള്ളതാണ്. R എന്ന് പറയും, R ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, കോറിലേഷൻ അവിടെ ചേഞ്ചസ് ആണ് കേട്ടോ, ചേഞ്ചസ് ആണ് അവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ചേഞ്ച് ചെയ്ത സ്പോട്ട് പ്രൈസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ചേഞ്ച് ചെയ്ത അല്ലെങ്കിൽ ചേഞ്ച് സ്പോട്ട് പ്രൈസ് കേട്ടോ, ചേഞ്ച് ഇൻ എ സ്പോട്ട് പ്രൈസ് എന്നുള്ളത്, സോറി ഫ്യൂച്ചർ പ്രൈസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ചേഞ്ച് ദ സ്പോട്ട് പ്രൈസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ചേഞ്ച് ദ ഫ്യൂച്ചർ പ്രൈസ് എന്നുള്ളതാണ് കേട്ടോ, അറ്റ് ദ ഡ്യൂറിങ് ദ ടൈം ഈക്വൽ ഓഫ് ദ ലൈഫ് ഓഫ് ദ ഹെഡ്ജ്. അപ്പോൾ ആ ഒരു സിമ്പലൊന്ന് നോക്കുക കേട്ടോ. ആ സിമ്പൽ ചേഞ്ചസിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ, ചേഞ്ചസ് വരുന്ന അതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു സിമ്പൽ സ്ക്വയറായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒപ്റ്റിമലാണ് കേട്ടോ, HR ഒപ്റ്റിമലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, R ഈക്വൽ ടു R റേസ് ടു R ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, S ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, ചേഞ്ചസ് ആണ് അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ചേഞ്ചസ് ഇൻ സ്പോട്ട് പ്രൈസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എന്താണ്, ചേഞ്ചസ് ഇൻ ഫ്യൂച്ചർ പ്രൈസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു പ്രോബ്ലം ഒന്ന് നമുക്ക് പറയാം. പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഒപ്റ്റിമം ഹെഡ്ജ് റേഷ്യോ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കോറിലേഷൻ കോഫിഷ്യൻറ്റ് സ്റ്റാൻഡേർഡ് അത് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ R മീൻസ് അല്ലേ, R മീൻസ് കോറിലേഷൻ ഓഫ് കോഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സ്പോട്ട് പ്രൈസ്, ചേഞ്ച് ഇൻ ഫ്യൂച്ചർ പ്രൈസ് ഈക്വൽ ടു 0.93 അല്ലേ. ഡയറക്റ്റായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ചേഞ്ച് ഇൻ സ്പോട്ട് പ്രൈസ് എത്രയാണ്? 0.04 ആണ്. ദെൻ ഫ്യൂച്ചർ പ്രൈസിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 0.06 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ എങ്ങനെയാണ്? HR ഒപ്റ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F അല്ലേ. അപ്പോൾ R മീൻസ് എത്രയാണ്? 0.93 ഇൻറ്റു 0.04 ഡിവൈഡഡ് ബൈ 0.06 ഇസ് ഈക്വൽ ടു 0.62 എന്നുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ക്വസ്റ്റ്യനുമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹെഡ്ജിങ് എഫക്റ്റീവ്നെസ് ആണ്. ഹെഡ്ജിങ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് എ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ എക്സ്പോഷർ ദ ഹെഡ്ജ് ഐറ്റം അല്ലേ, അല്ലെങ്കിൽ ഓർ ഓഫ് സെറ്റ് ബൈ ഓപ്പോസിങ് ചേഞ്ചസ് ദ വാല്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ദ ഹെഡ്ജ് ഇൻസ്ട്രുമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻഡ് വിച്ച് എ ചേഞ്ച് ഇൻ ദ വാല്യൂ ഗിവൺ എക്സ്പോഷർ ഓഫ് ഓഫ്സെറ്റ് ബൈ ഓപ്പോസിങ് ചേഞ്ചസ് അല്ലേ. അപ്പോൾ എന്തിൻ്റെ? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഓപ്പോസിറ്റ് ചേഞ്ചസിലൂടെ എത്രത്തോളം എക്സ്പോഷർ കേട്ടോ, എക്സ്പോഷർ ഹെഡ്ജിൻ്റെ വാല്യൂ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുന്നതാണ് ഹെഡ്ജ് എഫക്റ്റീവ്നെസ്. എത്രയേ ഉള്ളൂ. നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് ഭാഗത്ത് അല്ലേ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ റിസ്കിൽ എക്സ്പോഷർ റിസ്കിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക കേട്ടോ. അതിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്
ഹെഡ്ജിങ് എഫക്റ്റീവ്നെസ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ചേഞ്ചസ് അല്ലേ, അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാല്യൂവിൽ ഓപ്പോസിറ്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എക്സ്പോഷർ ഹെഡ്ജിൻ്റെ വാല്യൂ എത്രത്തോളം മാറി, എത്രത്തോളം ചേഞ്ചസ് ആയി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഹെഡ്ജിങ് എഫക്റ്റീവ്നെസ്. ഓക്കെ, ഇനി അതിനുള്ള ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ ഇങ്ങനെയാണ്: R⁻² is equal to HR⁻. നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ, HR⁻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F⁻² ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S⁻² അല്ലേ. R എന്താണ്? R ഇപ്പം നമ്മൾ ഇതാണ് എന്താണ് ഹെഡ്ജിങ് എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ് R⁻²ൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. HR⁻ അറിയാലോ, എന്താണ്? ഒപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F എന്ന് പറഞ്ഞാലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഫ്യൂച്ചർ ചേഞ്ച് പ്രൈസ് ചേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്പോട്ട് പ്രൈസ് ചേഞ്ച് അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S എന്ന് പറഞ്ഞാലേ. ഓക്കെ, ഇനി ഇതിന് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. നോക്കാം. എക്സാമ്പിൾ 9 കേട്ടോ. Spot price jute is rupees 2198 per kilogram and price December of the price അല്ലേ. ഇതിൻ്റെ നോക്കട്ടോ, 10 നവംബർ 10-ന് എൻ്റെ സ്പോട്ട് പ്രൈസ് 2198 രൂപയാണ് 100 കിലോ അല്ലേ എന്ന രീതിയിൽ. അത് ഡിസംബർ ആയപ്പോൾ 2276 ആയി. അപ്പോൾ ഇതിൽ സ്പോട്ട് പ്രൈസ് ചേഞ്ചസ് 260 വന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്യൂച്ചർ പ്രൈസിന് എസ്റ്റിമേറ്റഡ് 248. അപ്പോൾ 260ഉം 248ഉം നമുക്ക് എന്ത് വന്നു? ചേഞ്ച് ചെയ്ത സ്പോട്ട് പ്രൈസും കിട്ടി, ചേഞ്ച് ചെയ്ത ഫ്യൂച്ചർ പ്രൈസും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കോറിലേഷൻ ഓഫ് കോഫിഷ്യൻ്റ് അഥവാ R അല്ലേ, അതിൽ R എത്രയാണ് വന്നിട്ടുള്ളത് നോക്കുക. ചേഞ്ചസ് എസ്റ്റിമേറ്റഡ് ടു ബി 0.99 ആണ്. ഇതിൻ്റെ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്ത് ഹെഡ്ജിങ് റേഷ്യോ ആൻഡ് ഹെഡ്ജിങ് എഫക്റ്റീവ്നെസ് രണ്ടും നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉണ്ട്. ഒന്ന് നോക്കുക, സിമ്പിൾ നോക്കുക. ഹെഡ്ജിലെ ഹെഡ്ജിൻ്റെ റേഷ്യോ ഒപ്റ്റിമൽ എങ്ങനെയാണ്? HR⁻ is equal to R ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S ഡിവൈഡഡ് ബൈ R സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F അല്ലേ. അപ്പോൾ ഒക്കെ തന്നിട്ടുണ്ട്. R എത്രയാണ്? 0.99 ഇൻറ്റു ചേഞ്ച് ചെയ്ത് സ്പോട്ട് പ്രൈസ് എത്രയാ? 260 ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്ത ഫ്യൂച്ചർ പ്രൈസ് 248. അപ്പോൾ 0.99 ഇൻറ്റു 260 ഡിവൈഡഡ് ബൈ 248 is equal to 1.0379. ഓക്കെ, ഇതാണ് അതിൽ തന്നത്. അപ്പോൾ 3 രൂപയുടെ ഒരു കവറേജാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഇനി അതിൽ തന്നെ നമുക്ക് എന്തും കൂടെ കാണണം? ഹെഡ്ജിങ് എഫക്റ്റീവ്നെസ്സും കൂടെ കാണണം. അത് വെരി വെരി സിമ്പിൾ, നമ്മൾ പഠിച്ചതാണ്. R⁻² അല്ലേ is equal to HR⁻. അല്ലേ, HR⁻ എന്താണ്? നമ്മളിപ്പോൾ കണ്ടതാണ്, നമുക്ക് കിട്ടിയതാണ് അല്ലേ. അതിൻ്റെ റേഷ്യോ ആണ് കേട്ടോ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ F⁻² ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 is equal to 1.0379. അതെന്താണ്? HR⁻ ആണ്, അത് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് HR⁻ ഈ R എഫക്റ്റീവ്നെസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് കാണണം? ആദ്യം HR⁻ കാണണം കേട്ടോ. HR⁻ കാണാനുള്ള ഇക്വേഷന് എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ആക്കണേ. അപ്പോൾ HR⁻ എത്രയാണ്? 1.0379 അല്ലേ ഇൻറ്റു 248 ഡിവൈഡഡ് ബൈ 260 is equal to 0.98 കേട്ടോ, ഓർ 98%. ഇതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താ? 98% നമുക്ക് ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജി വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒപ്റ്റിമൽ നമ്പർ ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഒപ്റ്റിമൽ നമ്പർ ഓഫ് കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കോൺട്രാക്റ്റ് അല്ലേ, അല്ലെങ്കിൽ നമ്പേഴ്സാണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ നമ്പേഴ്സാണ്. ഈ പറഞ്ഞതുപോലെ ഹെഡ്ജിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഹെഡ്ജിങ് എക്സ്പോഷർ ഉപയോഗിക്കാൻ വേണ്ടി എത്രത്തോളം നമുക്ക് എന്ത് വേണം? എത്രത്തോളം
കോൺട്രാക്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഒപ്റ്റിമൽ നമ്പർ ഓഫ് കോൺട്രാക്റ്റ്. ഒന്നുകൂടെ പറയാം, ഹെഡ്ജിങ് എക്സ്പോഷർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കോൺട്രാക്റ്റ് വേണം, എത്ര നമ്പർ ഓഫ് കോൺട്രാക്റ്റ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഒപ്റ്റിമൽ നമ്പർ ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷന് നോക്കാം. നമ്പർ ഓഫ് ഒപ്റ്റ് കേട്ടോ, നമ്പർ ഓഫ് ഒപ്റ്റ് മീൻസ് ഒപ്റ്റിമൽ നമ്പർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് ഇസ് ഈക്വൽ ടു HR ഒപ്റ്റ്. അപ്പോൾ HR ഒപ്റ്റ് ഇവിടെയും കാണണം കേട്ടോ, ഇൻറ്റു NH ഡിവൈഡഡ് ബൈ QF. അപ്പോൾ NH എന്ന് പറഞ്ഞാൽ എന്താ, അതിലിപ്പോൾ നമുക്ക് അറിയാത്തത് എന്താണ്, NH ഉള്ളൂ. NH ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസ് ഓഫ് പൊസിഷൻ ആണ് NH എന്ന് പറയുന്നത്. QF കേട്ടോ, QF മീൻസ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്പോട്ട് പ്രൈസിന് പ്രാധാന്യം ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ സ്പോട്ട് പ്രൈസ് ഇല്ല ഇവിടെ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, സൈസാണ്. ദെൻ അതുപോലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ സൈസും കൂടെയാണ്, യൂണിറ്റ്സ് ആണ് ഇവിടെ ഇതിൻ്റെ ബേസായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഇക്വേഷൻസുകളെല്ലാം ബൈ ഹാർട്ട് ആക്കുക. ഓക്കെ, അതിനൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ഒക്കെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒപ്റ്റിമൽ ഹെഡ്ജ് റേഷ്യോ തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി ലോങ് പൊസിഷൻ തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി എവറി കോൺട്രാക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് അല്ലേ. നമ്പർ ഓഫ് ഒപ്റ്റിമൽസ് ഇസ് ഈക്വൽ ടു HR ഒപ്റ്റി എത്രയാണ്, 0.80 ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ. ക്വാണ്ടിറ്റി NH എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓർ സൈസാണ്, അതെത്രയാണ് 60,000 ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എവറി കോൺട്രാക്റ്റ്, ഓരോ യൂണിറ്റ്സിൻ്റെ കോൺട്രാക്റ്റ് എത്രയാണ്, 100 ആണ്, ഇസ് ഈക്വൽ ടു 480 രൂപ. ഓക്കെ, ഒപ്റ്റിമൽ ലോങ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എത്രയാണ്, 480 രൂപ. ഓക്കെ ആണല്ലോ അല്ലേ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഇനി നമുക്ക്